പത്താമത്തത് ഇവരുടെ ഒരു വാദം, അത് നമുക്കിന്ന് വിശകലനം ചെയ്യേണ്ടത്. ജർഹുവത്ത് സഅദിയിൽ ഒരാളെ നിരൂപണം ചെയ്യുമ്പോൾ വ്യക്തിപരമായ കാര്യം പറയാൻ പാടില്ല. നമുക്ക് യമനിലുള്ള സഹോദരൻ അബൂ ഇദ്രീസ് നൗഫൽ, അദ്ദേഹം വന്ന് സാഹിദിനെതിരെ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ സംസാരിച്ചു. അത് അദ്ദേഹം ഷെയ്ഖ് ഹസനോട് ചോദിച്ചിട്ട് സംസാരിച്ചത്. നിങ്ങളെപ്പോലെ വായി തോന്നി വിളിച്ചു പറയല്ല. ഷെയ്ഖ് ഹസനോട് ഈ കാര്യങ്ങൾ പറയട്ടെ എന്ന് ചോദിച്ചു. ഷെയ്ഖ് മസ്ലഹത്തുണ്ടെങ്കിൽ പറഞ്ഞോളൂ, സാഹിദിന്റെ പല വ്യക്തിപരമായിട്ടുള്ള തിന്മകളും അത് മസ്ലഹത്തുണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് ഷെയ്ഖ് ഹസൻ പറഞ്ഞു. അതനുസരിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലാതെ അദ്ദേഹം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തതല്ല. അപ്പോൾ അതേ ഇവർ പറയണ്ടോ, ഇവർ ഗീബത്ത് പറയുന്നവരാണ്, വ്യക്തിപരമായ കാര്യങ്ങൾ ആരോപിക്കുന്നു. ഇപ്പോൾ ഷാഹിദ് അദ്ദേഹം 2 ദിവസം മുമ്പ് ഇതേപോലെ ഒരു വോയിസ് അവർക്കെതിരെ സംസാരിച്ചപ്പോൾ അതും ഇങ്ങനെ പറഞ്ഞു, വ്യക്തിപരമായ കാര്യങ്ങൾ പരാമർശിക്കാൻ പാടില്ല. എന്നാൽ ഈ വിഡ്ഢികളുണ്ടോ അറിയും, പഠിച്ചാലല്ലേ അറിയാൻ കഴിയൂ സലഫുകളുടെ ചര്യ വിഷയത്തിൽ എന്താണ്. സലഫുകൾ അവർ അറിവ് സ്വീകരിക്കുന്നതിന്, ഇൽമ സ്വീകരിക്കുന്നതിന് വെച്ചോ ഒരു ഉപാധി എന്താണ്? അദാലത്താണ്. എന്താണ് അദാലത്ത്? അദാലത്ത് എന്ന് പറഞ്ഞാൽ ഇമാം ശൻഖീതി റഹ്മത്തുള്ളാഹി തആലയുടെ മുദക്കറയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അദ്ദേഹം അതിന്റെ 187-ാമത്തെ പേജിൽ പറഞ്ഞു, അദാലത്ത് എന്ന് പറഞ്ഞാൽ സലാമത്തുദ്ദീനി മിനൽ ഫിസ്ഖി, ഫിസ്ഖിൽ നിന്ന്, തെമ്മാടിത്തരത്തിൽ നിന്ന് മുക്തമാവൽ, ദീന് മുക്തമായിരിക്കും. ഒരാളുടെ ഇൽമ സ്വീകരിക്കുന്നതിനുള്ള ഒരു ഷർത്ത് എന്താണ്? അദാലത്താണ്. ആ അദാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സലാമത്തുദ്ദീനി മിനൽ ഫിസ്ഖ്, ഫിസ്ഖിൽ നിന്ന്, തെമ്മാടിത്തരത്തിൽ നിന്ന് ദീനിന് മുക്തമുണ്ടായിരിക്കണം. വൽ മുറൂഅത്തി മിനൽ ഖവാദിഹി വഅറഫ ഇബ്നു ആസിമിൻ ഫീ റജ്സിഹി ബിഖൗലിഹി വൽ അദ്ലു, ആരാണ് അദ്ൽ, ആരാണ് അദാലത്തുള്ളവൻ, ആരിൽ നിന്നാണ് ഇൽമ സ്വീകരിക്കാൻ പറ്റുന്നവൻ നോക്കിക്കോളൂ. മൻ യജ്തനിബുൽ കബായിറ, വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവൻ. വയത്തഖി ഫിൽ അഗ്ലബി സ്വഗായിറ, ചെറിയ പാപങ്ങൾ അധികവും ഒഴിവാക്കുന്നവനായിരിക്കണം. വമാ ഉബീഹ വഹുവ ഫിൽ അയാനി യഖ്ദഹു ഫീ മുറൂഅത്തിൽ ഇൻസാൻ, ഇനി അനുവദനീയമായ കാര്യങ്ങൾ തന്നെയാണെങ്കിലും ഒരു പുരുഷന്റെ മുറൂഅത്തിന്റെ, പൗരുഷത്തിന്റെ അഭിമാനത്താണ് മാന്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ. അനുവദനീയമായ കാര്യങ്ങളാണ്, അതും മാന്യതയെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്നും എന്ത് ചെയ്യണം? വിട്ടുനിൽക്കണം. ഇതിനാണ് അദാലത്ത് എന്ന് പറയുന്നത്. ഇനി അദാലത്തിനെ കുറിച്ച് വൻപാപങ്ങൾ അതിനെ ഒഴിവാക്കുന്നവനായിരിക്കണം, മൊത്തത്തിൽ ഒഴിവാക്കുന്നവനായിരിക്കണം. അതുപോലെ തന്നെ ചെറുപാപങ്ങൾ, അതായത് മോശപ്പെട്ട ചെറുപാപങ്ങൾ ഒഴിവാക്കുന്നവനായിരിക്കും. എന്നിട്ട് അദ്ദേഹം ആ അദാലത്തിനെ കുറിച്ച് വീണ്ടും വിശദീകരിക്കുന്നുണ്ട് അക്താബിൽ. അക്താബ് ആവശ്യമുള്ളവർക്ക് അതിലേക്ക് മടങ്ങും. അപ്പോൾ ഒരു ഷർത്താണ് അതിൽ അദാലത്തായിരിക്കും. അതെന്താണ്? അപ്പോൾ ചെറുപാപങ്ങളിൽ നിന്ന് വൻപാപങ്ങൾ, ചെറുപാപങ്ങൾ മോശപ്പെട്ട ചെറുപാപങ്ങൾ, അതിൽ നിന്നും അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ചെറുപാപങ്ങൾ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന മോശപ്പെട്ട ചെറുപാപം, അല്ലെങ്കിൽ വൻപാപങ്ങൾ പ്രവർത്തിക്കുക, അതിൽ നിന്നെല്ലാം മുക്തമായ ആളായിരിക്കണം. അവരെയാണ് അദിൽ എന്ന് പറയുന്നത്. അവർ ഇൽമ സ്വീകരിക്കുന്നതിന്റെ ഒരു ഷർത്തിൽപ്പെട്ടതാണ്. ഇഖ്തിലാസിൽ പഠിപ്പിക്കുന്ന, തുടർച്ചയായി അവർക്ക് നസീഹത്ത് കൊടുത്തിട്ടും അതിലൊക്കെ പഠിപ്പിക്കുന്ന ഇൽമെടുക്കാൻ പറ്റുമോ ഇല്ലേ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ ചർച്ച അവിടെ നിൽക്കട്ടെ. എന്നാൽ സലഫുകൾ, അപ്പോൾ സ്വാഭാവികമായിട്ടും അദാലത്ത് ചർച്ച ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറയേണ്ടി വരും? പാപങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടി വരും. ചെറുപാപങ്ങൾ തുടർച്ചയായി ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ പറയേണ്ടി വരും. സലഫുകൾ എന്താ അതിനെ കുറിച്ച് പറഞ്ഞത്? ഇനി അൽ മറാഖിഷി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ അസ്സൈൽ എന്നുള്ള കിതാബിൽ ആമിർ ബിൻ ഹിഷാം ബിൻ അബ്ദുല്ല അൽ അസ്ദിയെ കുറിച്ച് പറയുകയാണ്. ഫബ്തുലിയ ബിശുറുബിൽ ഫഖ്, കള്ളുകുടി കൊണ്ട് അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടു. വൽ ഇൻഹിമാകി ഫീഹി, കള്ളുകുടി അതിലങ്ങോട്ട് മുഴുകുടിയനായി. ഫസാറ ലാ യഗിബു ശുർബഹ, ഒരിക്കലും നിർത്താൻ പറ്റാത്ത കുടി. വലാ യസ്വൻ ശുക്രിഹ, ബോധമൊന്നുമില്ല. ഇത് എഴുതാൻ പറ്റും നിങ്ങളുടെ നിയമപ്രകാരമാണെങ്കിൽ. ഇതെന്താ വ്യക്തിപരമായിട്ട് കാര്യം? അദ്ദേഹം കള്ളുടിച്ചില്ല, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമല്ല. ഇനിയും വേറെ കാര്യമുണ്ട്, പറഞ്ഞുതരാം. അദ്ദേഹം ഇമാം അസ്ദഹബി റഹ്മത്തുള്ളാഹി അദ്ദേഹം അൽ മീസാനിൽ പറയുകയാണ്, ദാവൂദ് ബിൻ സുലൈമാൻ അശ്ശാദഖൂനി വകാന ഹാഫിദൻ കബീറൻ അന്നഹു കാന യതആതൽ മുസ്കർ, കള്ളുകുടി ഉള്ള ആളായിരുന്നു. അദ്ദേഹം താരീഖുൽ ബഗ്ദാദിൽ പറയുകയാണ്, അബുൽ അലി ഇബ്നു മുഹമ്മദ് അബുൽ ഹസൻ അത്താരിദി ഷാഇർ ദക്ര അബു അബ്ദുൽ അസ്ഖാലി അന്നഹു കാന മാജിദൻ മസാഹൻ യുആശിറുൽ അഹ്ദാസ്, ചെറിയ കുട്ടികളുടെ കൂടെ നടക്കുന്നവനായിരുന്നു. ഇതൊക്കെ എഴുതി വെക്കാൻ പറ്റുമോ കിതാബിൽ? നിങ്ങളുടെ നിയമപ്രകാരമാണെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾ എഴുതാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എഴുതാൻ പറ്റും. എനിക്ക് ഇഷ്ടം പോലെ വായിക്കാൻ കഴിയും. ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹു തആല ഇതിന്റെ മജ്റൂഹീൻ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞു, മുഹമ്മദ് ബിൻ മുനാസിർ അശ്ശാഇറിനെ കുറിച്ച് പറഞ്ഞു, കാന മാജിറൻ മുദഹിറൻ ലിൽ മുജൂനി ലാ യജൂസു ഇഹ്തിജാജ് ബിഹി, ധാരാളമായി മോശം കളിതമാശകൾ പറയുന്ന ആളായിരുന്നു, അയാളെ കൊണ്ട് തെളിവെടുക്കാൻ പറ്റൂല. ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആല ദുറുൽ കാമിലയിൽ പറഞ്ഞു, ദിയാഉൽ അജ്മി, അയാളെ കുറിച്ച് പറയുകയാണ്, ലാകിന്നഹു മുഗ്റമൻ ബി മുശാഹദത്തിൽ ഖുർആൻ, ചെറിയ കുട്ടികളെ നോക്കുന്നതിൽ സുഖം കണ്ടെത്തിയിരുന്ന ആളായിരുന്നു. ഇതൊക്കെ എന്താ? വ്യക്തിപരമായ കാര്യങ്ങളല്ലേ പരാമർശിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സലഫിയത്തും മനസ്സിലായിട്ടില്ല, സലഫുകളുടെ ചര്യ മനസ്സിലായിട്ടില്ല, ജറുവത്ത് തഅദീൽ എന്താണെന്ന് മനസ്സിലായിട്ടില്ല, ഇൽമെടുക്കേണ്ട ഷർത്തുകൾ എന്താണ് സലഫുകൾ പറഞ്ഞൊന്നും മനസ്സിലായിട്ടില്ല, പഠിച്ചിട്ടില്ല. പഠിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനം പറഞ്ഞു. മറ്റേ ക്ലാസ്സിലിരുന്നാ പഠിക്കുന്നു, സ്കൂളിലൊക്കെ പോയി പഠിക്കും, അതുപോലെ പഠിച്ചത്. അപ്പൊ അങ്ങോട്ട് പെൻസിലിട്ട് കുത്തി, ഇങ്ങോട്ട് കുത്തി, ടീച്ചറിനോട് പറഞ്ഞ് പേര് എഴുതിയെടുത്ത്
ഇങ്ങനെയൊക്കെ പഠിച്ചാൽ എങ്ങനെയിരിക്കും സലഫിയത്ത്? പണ്ഡിതന്മാരോട് അടുത്ത് പോയി അതിന്റെ അതവോടുകൂടി സലഫിയത്ത് പഠിക്കുന്ന സഹോദരങ്ങളെ. ഇല്ലെങ്കിൽ ഇതുപോലെ അബദ്ധങ്ങളിൽ വീഴ് എന്താ പറയുന്നത് അറിയില്ല. ഇതൊക്കെ പ്രചരിപ്പിക്കുക ജനങ്ങൾക്കിടയിൽ. സാധാരണക്കാർ വിശ്വസിക്കും, കാരണം അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ല. ഇത് ആലിമാണ് പറയുന്നത്, ഗീബത്ത് പറയാൻ പാടില്ല എന്നുള്ളൊരു പേടിയും അള്ളാഹെ പേടിക്കുന്നവരുടെ ഹൃദയത്തിൽ കാണും. അപ്പോൾ ഇതും കൂടി പറയുമ്പോൾ ശരി അവർ പോക്കാം. എന്നാൽ എന്താ സലഫുകളുടെ ചര്യ? അങ്ങനെ സലഫുകളെ ഇതൊന്നുമല്ല. ഇനി ഇഷ്ടം പോലെ എനിക്ക് വായിക്കാൻ കഴിയും. ഇങ്ങനെ സലഫുകൾ വ്യക്തിപരമായ കാര്യങ്ങൾ പരാമർശിച്ചത് ഇഷ്ടം പോലെ വായിക്കാൻ നമുക്ക് കഴിയും. അഹങ്കാരിയായിരുന്നു, നെഞ്ചി വിരിച്ചു നടക്കുന്നവനായിരുന്നു, മ്യൂസിക് കേട്ടവനായിരുന്നു, അങ്ങനെ പല പല ജർഹം സലഫുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ? ദ്വഈഫും നിങ്ങളുടെ വിചാരം എന്താ? ദ്വഈഫും തെറ്റയും ഇല്ലെങ്കിൽ ഹാഫിദ് എന്ന് പറയൽ മാത്രമാണ് ജർഹം തഅദീലും എന്നാണ് നിങ്ങളുടെ വിചാരം. നിങ്ങളത് കറക്റ്റ് പഠിക്കാത്തതുകൊണ്ടാണ്. അറിവില്ലെങ്കിൽ രണ്ട് തരം അറിവില്ലായ്മയുണ്ട്. എന്താണ്? ജഹല് മുറക്കബും ജഹല് ബസീർ. ജഹല് മുറക്കബാണെങ്കിൽ പ്രശ്നമാണ്. അറിവില്ല എന്നുള്ള അറിവ് ഇല്ല. ജഹല് ബസീർ എന്താണ്? അറിവില്ല പക്ഷെ അറിയാം എനിക്കറിവില്ല പക്ഷെ വിചാരം വലിയ ആലിമീങ്ങളാണെന്ന്. എഴുത്തൊക്കെ അങ്ങനെയാണ്, ഉസൂല് തിരിഞ്ഞിട്ടില്ല, ഒരു ഉളപ്പില്ലാതെ എഴുതി വിടുക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ അടുത്തിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ 7, 5, 6, 8, 10 വർഷമായിട്ട് വിദ്യാർത്ഥികൾ അവിടെ സുന്നത്തി ജമാഅത്തിന്റെ അടുത്തിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ പറ്റി ഈ വിട്ടി എഴുതി വിടുക. വിട്ടിയെന്നല്ല, എന്താ വിളിക്കുക, അദ്ദേഹം ഉസൂല് തിരിയുക. അതെന്താ ഇദ്ദേഹം തന്നെ നമുക്കെതിരെ ആരോപണം ഉന്നയിക്കുക, ആ ആരോപണത്തിന് അദ്ദേഹം തന്നെ മറുപടി പറയുക. അതൊരു പ്രത്യേക ശൈലിയാണ്. അതായത് നമുക്കില്ലാത്തൊരു ആരോപണം അവർ തന്നെ പറയും. ഇങ്ങനൊരു ആരോപണം ഉണ്ട്, ഏറ്റവും ആരോപണത്തിന് അവർ തന്നെ മറുപടി പറയും. എന്താ ആരോപണം എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ഒരു വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർ എന്ന് ചേർത്ത് പറയുമ്പോഴേക്കും ഇങ്ങനെ. പിന്നെ ചിലർ ചോദിക്കുന്നതായി കണ്ടു, ഇഷ്ടമില്ല ചില പണ്ഡിതന്മാർ എന്ന് ഞാൻ എന്റെ എഴുത്തിൽ ഉദ്ധരിച്ചുവല്ലോ, അങ്ങനെ ഉദ്ധരിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ. അങ്ങനെ ഉദ്ധരിക്കാൻ പാടില്ലല്ലോ, അങ്ങനെ ആരാ പറഞ്ഞത്? അങ്ങനെ ഉദ്ധരിക്കാൻ പാടുണ്ടോ എന്നല്ലോ ചർച്ച. നിങ്ങൾ ആ പണ്ഡിതന്മാരിന് ബന്ധം വെച്ചു എന്നുള്ളതാണ് ചർച്ച. ആ പണ്ഡിതന്മാർ നിങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ളത് ചർച്ച. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൈമാറി എന്നുള്ളത് ചർച്ച. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നന്മ കൈമാറലാണ് എന്നുള്ളതാണ് ചർച്ച. അതാണ് ഇവിടെ ചർച്ച. അത് പണ്ഡിതന്മാരാണ് വിളിച്ചു ഇല്ലെന്ന് എന്നിട്ട് പറയുക. അപ്പോൾ ആദ്യം ആരോപണം ഉന്നയിച്ചു നമുക്കെതിരെ, സമയം പിന്നെ തടസ്സെടുക്കാൻ പറ്റില്ല. അത് പിന്നെ അറിഞ്ഞാൽ നമ്മൾ സംസാരിക്കേണ്ടി വരും. സഹോദരന്മാരെ, ഒരു വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർ എന്ന് ചേർത്ത് പറയുമ്പോഴേക്ക് അവരെ കിബാറുൽ ഉലമയിൽപ്പെട്ട പണ്ഡിതന്മാർ എന്ന് പറഞ്ഞതുപോലെയാണ് ചിലരോട് പ്രതികാരം. ആരാണിതെന്ന് അറിഞ്ഞൂടാ, അവർ തന്നെ അവർ തന്നെ മറുപടി പറയുക. ഏതെങ്കിലും ഒരു പെട്ട കക്ഷിയിലെ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർ എന്ന് ചേർത്ത് പറയുന്നത് ഉപാധികളോടുകൂടിയുള്ള സംസാരമാണ്. ഇനി നമ്മൾ ഉസൂൽ പഠിപ്പിക്കുകയാണ്. അഷ്അരി പണ്ഡിതന്മാർ, ഉലമാഉൽ അശാഇറ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഇബ്നു തൈമിയ്യ പോലുള്ള ഇമാമുമാർ വരെ നടത്തിയിട്ടുണ്ട്. മുഖയ്യദായ വാക്കും മുത്ലഖായ വാക്കും അത് പ്രയോഗിക്കുന്ന സന്ദർഭങ്ങളും എല്ലാം ഓരോ സാഹചര്യത്തിലും വ്യത്യാസപ്പെടും. ദഅവത്തിന്റെ സന്ദർഭവും ഹിജറിന്റെ സന്ദർഭവും റദ്ദിന്റെ സന്ദർഭവും എല്ലാം വേർതിരിച്ച് പ്രയോഗങ്ങൾ സ്വീകരിക്കുമെന്ന് സലഫി ദഅവത്തിന്റെ ഉസൂലുകൾ പഠിച്ച ആർക്കും മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പോൾ അവർ നമ്മളെ ഉസൂല് പഠിപ്പിക്കുക. കുറച്ചെങ്കിലും ഉളുപ്പവർക്ക് വേണം. ഇവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ അടുത്തിരുന്ന് കാലങ്ങളായി കിതാബ് ഓതി പഠിക്കുന്ന ആളുകളെ ജാമിഅ സലഫിയിൽ 4 വർഷം പഠിച്ചു. അവനൊക്കെ പഠിച്ചതാണോ എന്ന് തന്നെ അറിഞ്ഞൂടാ. ഇത് മറ്റേ അറിവില്ലാത്ത മറ്റേ ജാഹില എഴുത്തുകാരനാണ്. അവനൊക്കെ പഠിച്ചതാണോ പഠിക്കാത്തതാണോ എന്താണെന്നൊരു വിവരമില്ല. എന്താണ് ഐറ്റമെന്നൊന്നും അറിഞ്ഞൂടാ. എന്നിട്ട് അവരെന്ത് ചെയ്യുക? സുന്നത്തി ജമാഅത്തിന്റെ വിദ്യാർത്ഥികൾക്കെതിരെ ഉസൂല് തിരിയാത്തവരാണ്, പണ്ട് അറിവ് തിരിയാത്തവരാണെന്നൊന്ന് പറഞ്ഞ് നല്ലൊരു മറുപടി കൊടുത്തതിനു ശേഷം പിന്നെ അതിനോട്ട് കാണാനില്ല. അറിവ് തിരിയാത്തവരാണെന്ന് കുറേ വാദിച്ചുകൊണ്ട് നടന്നു കുറച്ച് നാൾ. നല്ലൊരു മറുപടി കിട്ടിയതിന് ശേഷം പിന്നെ ആ വാദമില്ല. ഇനി ഉറക്കത്തിൽ പോലും അത് പറയുക. അല്ലാഹു ആലം. ഇപ്പൊ ഒരു പുതിയ വാദമാണ്, ഉസൂല് തിരിയാത്തവരാണ്. ഉസൂല് തിരിഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതാണത് 10ാമത്തെ കാര്യം. അവരെന്താ പറയുക? ജർഹുവത്തെഴുതിയിൽ വ്യക്തിപരമായ കാര്യങ്ങൾ പരാമർശിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഖായിദ. നഫിയു ഇദ്ഖാലിൽ ഫവാഹിഷിൽ ഖുലുഖിയ്യ ഫി അസ്ബാബിൽ ജർഹ്. ഇത് എവരുടെ വാദമൊന്നുമല്ല, എവരുടെ നേതാവായ മുഹമ്മദ് ഇമാമിന്റെ വാദവും. അതിന് പണ്ഡിതന്മാർ മറുപടി കൊടുത്തിട്ടുണ്ട്. നഫിയു ഇദ്ഖാലിൽ ഫവാഹിഷിൽ ഖുലുഖിയ്യ, വ്യക്തിപരമായിട്ടുള്ള മോശത്തരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അസ്ബാബുൽ ജർഹിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ള വാദം. അതിനൊക്കെ നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഷെയ്ഖ് അബൂ ഹാത്തിം സഈദ് ഇബ്നു ദഅ്വാസ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം മറുപടി കൊടുത്തു. അദ്ദേഹം മരണപ്പെട്ടുപോയ പണ്ഡിതനാണ്. ദുമ്മാജിലെ യുദ്ധത്തിൽ ഹൂത്തുകളുടെ എന്താണ് ആക്രമണത്തിൽ മരണപ്പെട്ട പണ്ഡിതനാണ് ഷെയ്ഖ് സഈദ് ദഅ്വാസ് റഹിമഹുല്ലാഹു തആല. ഖുതിലൽ യൗമ ആലിമുൻ എന്നാണ് ഷെയ്ഖ് അവർ. എന്നൊരു ആലിം മരണപ്പെട്ടിരിക്കുന്നു. വല്ലാഹി 1000 ഹൂസികൾ അതിന് പകരം കൊല്ലപ്പെട്ടാലും എനിക്ക് എന്റെ സഈദിന് പകരമാവില്ല എന്നാണ് ഷെയ്ഖ് യഹ്യ ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത്. ആ ഷെയ്ഖ് അങ്ങനെയുള്ള മഹാന്മാരായ മശായിഖ്മാരെയാണ് നിങ്ങൾ ചീത്ത വിളിക്കുന്നത്. നിങ്ങൾ ഓർത്തുകൊള്ളണം. നിങ്ങൾ തൗബ ചെയ്തില്ലെങ്കിൽ നാളെ പരലോകത്ത് നിങ്ങൾ ഇതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഞാൻ അത് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തിയതാണ്.